ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വേലക്കാർ ചുരുങ്ങിയത് എങ്ങനെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം. വിളവധികം, വേലക്കാരോ ചുരുക്കം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ അനുഭവം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഇങ്ങനെ അനുഭവങ്ങൾ പറയുമ്പോൾ ഓരോ സാധാരണ മനുഷ്യർ അവരുടെ നാടൻ വാക്കുകളിൽ അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ അവരിലൂടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ പ്രായത്തിനും ജീവിതാന്തസ്സിനും അനുസരിച്ച് ഒരു ഉത്ബോധനം ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയിലൂടെ നമുക്ക് തരും. ശ്രദ്ധിക്കാം. ഞാൻ ഈ ഇടവകയിലെ ഒരു അംഗമാണ്. എന്റെ കാലിൽ ഈ ഇടവക എന്ന് പറഞ്ഞ സാരല്ല, അഴീക്കൽ ഇടവകയാണ്. അഴീക്കൽ ഇടവകയിലുള്ള എന്റെ കാലിൽ അലർജി ആയിരുന്നു എന്ന് പറഞ്ഞാൽ സോപ്പും വിമ്മിന്റെ വെള്ളത്തിന്റെ ക്ലീനിങ് ആയിരുന്നു ജോലി ഗവൺമെന്റില്. അപ്പൊ ആ കാലിൽ ഇങ്ങനെ അലർജി ഉണ്ടാവുമ്പോ ഞാൻ ഡോക്ടറെ അലർജിയുടെ പ്രശ്നം എന്താണെന്നറിയോ? സോപ്പിന്റെ വെള്ളം തട്ടാൻ പാടില്ല അല്ലേ? വെള്ളം അടിച്ച അപ്പൊ പ്രശ്നമാവും. അപ്പൊ ഞാൻ ഡോക്ടറെ ഒന്നും കണ്ടില്ല. ഞാൻ പ്രത്യേക ഒരു മരുന്ന് കണ്ടുപിടിച്ച് വെളിച്ചെണ്ണ നമ്മൾ തലയെ അതെന്താ വെച്ചാൽ ഡോക്ടറെ കാണാൻ നേരെ ഇല്ലാത്തതുകൊണ്ട് മരുന്ന് പല കാര്യങ്ങളും നോക്കിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഭയങ്കര ഫലപ്രദമായി കണ്ടെത്തി. അതങ്ങനെ ചെയ്ത് തന്നെ ഡോക്ടർ. പിന്നെ ഞാൻ ഒത്തിരി മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതും കൂടി ആകുമ്പോ എനിക്ക് അല്ലാതെ തന്നെ 1/2 കിലോ മരുന്ന് വേറെ കഴിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പിന്നെ ഇതും കൂടി ഇനി വീണ്ടും അത് മരുന്ന് കൂടണമെന്ന് പറഞ്ഞ് ഇനി അധികം കെമിക്കൽസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ എണ്ണ അങ്ങോട്ട് വെളിച്ചെണ്ണ, ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ ഇഷ്ടംപോലെ കിട്ടും, അത് അങ്ങോട്ട് പെരട്ടി വിട്ടു. പെരട്ടിയെങ്കിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എങ്കിൽ ഈ കാലിന്റെ വേദന വെച്ച് ഞാൻ ജോലി ചെയ്യുമായിരുന്നു. എന്താ വെച്ചാൽ വീടിന്റെ ബുദ്ധിമുട്ട് കാരണം. പിന്നെ എനിക്ക് കിട്ടാതിരുന്ന ജോലി കിട്ടിയതാണ്. ഞാൻ പ്രാർത്ഥിച്ച് പിന്നെ അർത്തിങ്ങ പള്ളിയിലെ പ്രാർത്ഥിച്ച് കിട്ടിയൊരു ജോലിയാ. അതുകൊണ്ട് ഈ അലർജി ഒന്നും കണക്കാക്കിയില്ല, അങ്ങോട്ട് ശരിക്കും ചത്ത് പണിയെടുത്താ. എന്നിട്ട് അങ്ങനെ തന്നെ എന്റെ കാലിന് അലർജി ഭയങ്കര മുള കരച്ച് വരണ ഊത്തലായിരുന്നു. അയ്യോ, മുള കരച്ച് വരട്ടിയാലുണ്ടാകുന്ന നീറ്റം പോലെ കാല് അത്രയും അലർജി പീഡയായിരുന്നിട്ട് ആ ഊത്തലുമായിട്ട് ഇവിടെ വന്ന് ധ്യാനത്തിൽ ഞാൻ പങ്കുകൊണ്ട് 3-ാം ദിവസം അച്ഛൻ പറഞ്ഞു അനേകായിരം മക്കളെ അലർജി നിന്നും കർത്താവ് സുഖപ്പെടുത്തുന്നു. നിരവധി മക്കളെ അലർജി പീഡയിൽ നിന്ന് കർത്താവ് രക്ഷിക്കുന്നു എന്നൊരു സന്ദേശം കർത്താവ് തന്നിരുന്നു. അത് അപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ കൈ വെച്ചു, അലർജിയുള്ള സ്ഥലത്ത് കൈ വെച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ അലർജി എനിക്ക് സുഖപ്പെടുത്തി തന്നെ എനിക്ക് ജോലി ചെയ്യാനുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞു കരഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. ഒച്ചത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഉച്ചത്തിൽ അടുത്തുള്ളവർ കേൾക്കോ കേൾക്കാതിരിക്കുക അതിന്റെ വിഷയമല്ല. എനിക്ക് വേദനയുണ്ട് കർത്താവേ എന്ന് പറഞ്ഞാൽ കരഞ്ഞ് നിലവിളിച്ച്, ഒച്ചത്തിൽ അങ്ങോട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു തണുപ്പ് പോലെ എനിക്ക് വീശി. അപ്പോൾ ഒരു തണുത്ത കാറ്റ് വീശി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കാലിൽ ഞാൻ ഈ ജോലികളൊക്കെ ചെയ്തിട്ട് എൻ്റെ കാലിൽ ഒരു ഇത് അലർജിയും ഇല്ല, ഒന്നുമില്ല, ചൊറിച്ചിലും പിറ്റേ ദിവസം തൊട്ട് അല്ലേ? പിറ്റേ ദിവസം തൊട്ട് ക്ലിയർ ആയി. പിറ്റേ ദിവസം തൊട്ട് ഏത് ജോലിയും ചെയ്യാം, സോപ്പ് വെള്ളം നിറയ്ക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല, അലർജി ഇല്ല. ഞാൻ എന്നിട്ട് പിന്നെ ആ മുളക് അരച്ച പോലെയുള്ള അവസ്ഥ എങ്ങനെയുണ്ട്? അതൊക്കെ മാറി വെച്ചാൽ ഭയങ്കര തണുപ്പായി കാലിന്. ആ മുളക് അരച്ചിങ്ങനെ ഒരു നീറ്റമുണ്ടല്ലോ, അത് പോയിട്ട് നല്ല തണുപ്പ്, കൂളിംഗ് എക്സ്പീരിയൻസ്, നല്ല സുഖം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിയേ, പാവപ്പെട്ടവരുടെ പ്രാർത്ഥന ദൈവം അങ്ങോട്ട് കേൾക്കുകയാണ്. കർത്താവ് എനിക്ക് പണിക്ക് പോകണം, എനിക്ക് പണിക്ക് പോകണം, എൻ്റെ ഈ മുളകരച്ച കാലുമായിട്ട് ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. അത് പ്രാർത്ഥിച്ചപ്പോൾ വലിയ വായിൽ ഉച്ചത്തിൽ നിലവിളിച്ചങ്ങോട്ട് കരഞ്ഞ്. കുറേ ആളുകൾ നിലവിളിക്കൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. കുഴപ്പമില്ല ഇതൊന്നും. പക്ഷേ ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. ഹൃദയം നുറുങ്ങിയവർക്ക് ഞാൻ സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ ഞാൻ രക്ഷിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ആ അമ്മ ഹൃദയം ഉരുകി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് അപ്പോഴേക്കപ്പോഴും റിസൾട്ട് ഉണ്ടായി. കൈയടിച്ച്, എല്ലാ ഭാഗത്തുള്ളവർ കൈയടിച്ച് ശക്തിയോടെ ആർത്തുപാടി ആരാധിക്കുന്നു. ഗ്ലോറി ഗ്ലോറി. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. എത്രമാത്രം മനസ്സ് തുറന്ന് കർത്താവിനെ ആരാധിക്കാൻ പറ്റുമോ അത്രത്തോളം ഓരോ കുടുംബങ്ങളിലിരുന്ന് ദൈവമക്കൾ ആരാധിക്കണം. പ്രായമുള്ളവരാണെങ്കിലും പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കുചേരണം. പാട്ടുപാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന, ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. കരങ്ങളടിച്ച് ഉത്സാഹത്തോടെ ദൈവമക്കൾ ഒന്നിച്ച് പാടി പാടി ആരാധിക്കുന്നു. ഓ രാജാവേ, അബ്രാഹത്തിനും ഇസഹാക്കിനും പ്രത്യക്ഷപ്പെട്ട ഞങ്ങളുടെ കർത്താവേ ആരാധന. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. അബ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മോറിയാമലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന. അബ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന, മോറിയാമലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന. കൈകൾ ഉയർത്തി കൈയടിച്ച് ആരാധന, ആരാധന, ഏക ദൈവത്തിന് ആരാധന, മഹത്വത്തിന്റെ കർത്താവേ ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, 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 ത്രിയേക ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. കർത്താവേ, ഈ സമൂഹത്തെ അഭിഷേകം ചെയ്യണമേ, ഈ സമൂഹത്തെ ഉണർത്തണമേ കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തി സമൂഹം മുഴുവൻ പുതിയൊരു ആഭിഷേകത്തിന് ആഗ്രഹിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന, കൃപയുടെ കർത്താവേ ആരാധന. ഓ യാക്കോബിന്റെ ദൈവമേ, ഓ പൂർവ്വപിതാവ് ജോസഫിന്റെ പിതാവേ ആരാധന, ആരാധന. യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിൻ ദൈവത്തിന് ആരാധന, കാരാഗ്രഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത ജോസഫിന്റെ ദൈവത്തിന് ആരാധന. യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിൻ ദൈവത്തിന് ആരാധന, കാരാഗ്രഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത ജോസഫിന്റെ ദൈവത്തിന് ആരാധന. ആരാധന, ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, 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 ഉന്നതനായ കർത്താവിനെ ആരാധിക്കുന്നു. ആരാധന, 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 ത്രിയേക ദൈവത്തിന് ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഉറക്കെ സ്തുതിക്കുന്നു. ദൈവമേ സ്പർശിക്കണമേ, രോഗികൾ സൗഖ്യം പ്രാപിക്കണമേ, ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.
ഓരോ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ അഭിഷേകത്തെ അവിടുന്ന് അയക്കണമേ. ഓരോ തകർന്ന ഹൃദയങ്ങളുടെ മേൽ അഭിഷേകത്തെ അയക്കണമേ. ബാലിക ബാലന്മാരെ പ്രത്യേകം ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പ്രത്യേകം ഇപ്പോൾ അവിടുന്ന് തൊടണമേ. ബുദ്ധിയുടെ തടസ്സങ്ങൾ മാറി ബുദ്ധി തെളിഞ്ഞു വരേണ്ട വരുത്തണമേ. പഠിച്ചിട്ട് ഓർമ്മ കിട്ടാത്ത കുട്ടികളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വേലക്കാർ ചുരുങ്ങിയത് എങ്ങനെ. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 തൊട്ട് 37 വരെ തിരുലിഖിതങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ യേശു കണ്ട ഒരു പ്രത്യേകതയാണ്, ജനങ്ങൾ ഇടയില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരായിരിക്കുകയാണ്. 36-37 വാക്യങ്ങൾ. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇതിനെക്കുറിച്ച് ആഴത്തിലൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ഒത്തിരി കുട്ടികളെ കർത്താവ് സ്പർശിക്കാൻ പോവുകയാണ്. അഭിഷേകാഗ്നിയുടെ വളരെ ഉറ്റ മിത്രങ്ങളാണ് ബാലിക ബാലന്മാർ, വിദ്യാർത്ഥിനികൾ, കുട്ടികൾ. അതുകൊണ്ട് ഇന്ന് കർത്താവ് ഒരു കുട്ടിയിലൂടെ കുറച്ചു നേരം സംസാരിക്കുകയാണ്. കുട്ടിയുടെ പേരാണ് ഗിഫ്റ്റി. ഈ ഗിഫ്റ്റിയുടെ പ്രത്യേകത, LKG മുതൽ ഈ സഗീവൻ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ്റെ ശുശ്രൂഷകളോടുകൂടെ മധ്യസ്ഥ പ്രാർത്ഥനയും അതുപോലെ ഓരോ ശുശ്രൂഷകളിൽ ചെറിയ വിധത്തിൽ പങ്കുചേർന്ന് ഇന്ന് വരെ വീഴ്ചയില്ലാതെ ഇന്ന് വരെ ഓരോ വിധത്തിൽ സഗീവൻ മിനിസ്ട്രീസിൻ്റെ ശുശ്രൂഷകളിൽ പങ്കാളിയാണ് ഈ ചെറിയ കുട്ടി. ഇന്ന് 2 വാക്ക് ഈശോ കുട്ടിയിലൂടെ സംസാരിക്കുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 36-37 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. 37-ാം തിരുവചനം. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളവധികം, വേലക്കാരോ ചുരുക്കം. ഇന്ന് കർത്താവിന്റെ ആടുകളെ മേയ്ക്കുവാൻ പല രാജ്യങ്ങളിലും ഇടയന്മാരില്ല, വൈദികരില്ല, സിസ്റ്റേഴ്സ് ഇല്ല, ശുശ്രൂഷകരില്ല. എവിടെയാണ് വേലക്കാർ ചുരുങ്ങിപ്പോയത്? എങ്ങനെയാണ് വേലക്കാർ ചുരുങ്ങിപ്പോയത്? ദൈവം വിളിക്കാഞ്ഞിട്ടാണോ? അല്ല, ദൈവം വിളിക്കാഞ്ഞിട്ടൊന്നുമല്ല വേലക്കാർ ചുരുങ്ങിപ്പോയത്. പിന്നെ എന്താണ് വേലക്കാർ ചുരുക്കം എന്ന് കർത്താവ് പറയുവാൻ കാരണം? ഇന്ന് ആത്മീയമായും ഭൗതികമായും വേല ചെയ്യുവാൻ കർത്താവ് തിരഞ്ഞെടുത്തിരുന്ന പല വേലക്കാരും ഇല്ല. എന്താണ് കാരണം? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ നിന്ന് നാം മറ്റൊരു വഴിക്ക് തിരിയുകയാണ്. 1 സാമുവേൽ 16-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ കർത്താവ് ഒരു ദൈവദാസനെ തിരഞ്ഞെടുക്കുവാൻ ഒരു പ്രവാചകനെ അയക്കുന്ന ഭാഗമാണ് നാം കാണുന്നത്. നാം അവിടെ ഇപ്രകാരം വായിക്കുന്നു. ജെസ്സേ തന്റെ 7 പുത്രന്മാരെയും സാമുവേലിന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ ജെസ്സയോട് പറഞ്ഞു, ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല. 11-ാം തിരുവചനം. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ? നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ? ഈ ചോദ്യത്തിന്റെ അർത്ഥം
ഇവരൊക്കെ നിന്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന നിന്റെ അടുത്ത മകൻ എവിടെ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ചോദ്യം കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കും. എന്റെ വേലയ്ക്കായി ഞാൻ നിശ്ചയിച്ചു വെച്ചിരുന്ന നിന്റെ അടുത്ത മകൻ, അടുത്ത മകൾ എവിടെ? ഈ ചോദ്യത്തിന് മനുഷ്യന്റെ ഉത്തരം മുട്ടും. കർത്താവിന്റെ കണക്ക് കൂട്ടലുകൾ മനുഷ്യൻ തെറ്റിച്ചു. ഇന്ന് ആത്മീയമായും ഭൗതികമായും വേല ചെയ്യുവാൻ കർത്താവ് തിരഞ്ഞെടുത്തിരുന്ന അടുത്ത മകൻ, അടുത്ത മകൾ ജനിച്ചില്ല. ആ വഴി മനുഷ്യൻ അടച്ചു കളഞ്ഞു. കർത്താവ് തുറന്നിട്ട വഴി മർക്കടമുഷ്ടി പിടിച്ച മനുഷ്യൻ അടച്ചു കളഞ്ഞു. ഇതിന് കർത്താവ് കണക്ക് ചോദിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീ സന്താനപുഷ്ടിയുള്ളവനാകും, നിന്നിൽ നിന്നും ജനതകൾ പുറപ്പെടും, രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഇന്ന് രാജ്യം ഭരിക്കുവാൻ സോളമനെ പോലെ ജ്ഞാനവും പുതിയ ഭരണതന്ത്രങ്ങളും കൊടുത്ത് യുഗാന്തരങ്ങൾക്ക് മുമ്പ് തന്നെ കർത്താവ് നിശ്ചയിച്ചു വെച്ചിരുന്ന ആ മകൻ എവിടെ? ആ മകൻ ജനിച്ചില്ല. എവിടെയാണ് വേലക്കാർ ചുരുങ്ങിപ്പോയത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജസ്സിയുടെ 8-ാമത്തെ പുത്രനായ ദാവീദ് ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ ജനത്തെ കിടുകിടാ വിറപ്പിച്ച ഗോലിയാത്ത് എന്ന മല്ലനെ ആര് തോൽപ്പിക്കുമായിരുന്നു? അവനെ വെല്ലാനും കൊല്ലാനുമുള്ള ആത്മീയ ബലം കർത്താവ് കൊടുത്തിരുന്നത് ദാവീദിനായിരുന്നില്ലേ? ഇനി ദാവീദ് ജനിച്ചില്ലായിരുന്നെങ്കിൽ ജെറുസലേം ദേവാലയം പണിയുവാനുള്ള കണക്കും പ്ലാനും ഏൽപ്പിച്ചിരുന്ന കർത്താവിന്റെ അടുത്ത ദാസൻ സോളമൻ ജനിക്കുമായിരുന്നു. എവിടെയാണ് വേലക്കാർ ചുരുങ്ങിപ്പോയത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. യാക്കോബിന്റെ പുത്രന്മാരിൽ ജോസഫിനെ ആയിരുന്നില്ലേ കർത്താവ് തിരഞ്ഞെടുത്തത്? ആ ജോസഫ് ജനിച്ചില്ലായിരുന്നെങ്കിൽ പ്രഗത്ഭരായ മന്ത്രവാദികൾക്ക് പോലും വിവരിക്കുവാൻ സാധിക്കാതിരുന്ന ഫറവോയുടെ സ്വപ്നം വിവരിക്കുവാനുള്ള ജ്ഞാനം കർത്താവ് കൊടുത്തിരുന്നത് ജോസഫിന്റെ തലയ്ക്കകത്തായിരുന്നില്ലേ? ആ സ്വപ്നം വിവരിച്ചത് കൊണ്ടല്ലേ ഈജിപ്തിൽ ക്ഷാമം ഉണ്ടാകാതെ ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. ഇന്ന് ഈ ലോകത്തിൽ അനേകായിരങ്ങൾക്ക് സന്തോഷവും സമാധാനവും വിടുതലും ലഭിക്കുന്ന ഒരു ആശ്വാസ കേന്ദ്രമായി മാറിയില്ലേ ഈ സെഹിയോൻ ധ്യാന കേന്ദ്രം? ഇങ്ങനെ ഒരാലയത്തെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ജ്ഞാനം കർത്താവ് കൊടുത്തത് ബഹുമാനപ്പെട്ട വട്ടയിലച്ചനായിരുന്നില്ലേ? 6-7 സഹോദരങ്ങളുടെ താഴെയുള്ള ബഹുമാനപ്പെട്ട സേവ്യർഖാൻ വട്ടയിലച്ചൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ കർത്താവിന് ഒരു വേലക്കാരൻ നഷ്ടപ്പെടുമായിരുന്നു. ആ ഒരു വേലക്കാരനിലൂടെ 1000 വേലക്കാർ കർത്താവിന് നഷ്ടപ്പെടുമായിരുന്നു. എവിടെയാണ് വേലക്കാർ ചുരുങ്ങിപ്പോയത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിതൊക്കെ പറയുമ്പോൾ ബുദ്ധിമാന്മാരായ മനുഷ്യർ പറയും, ഒരു അച്ഛൻ പോയാൽ എന്താ, വേറെ എത്രയോ PhD-കാരായ അച്ഛന്മാരാണ് ഉള്ളത് എന്ന്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ PhD-കാർക്കും അവര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ വകുപ്പുകളെല്ലാം കർത്താവ് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇത് മന്ത്രിമാരുടെ വകുപ്പ് മാറ്റുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സേവ്യർഖാൻ വട്ടയിലച്ചൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സെഹിയോൻ ധ്യാന കേന്ദ്രം
ഇവിടെ കാണില്ലായിരുന്നു. ഇതെല്ലാം പണ്ടത്തെ ചെളിക്കണ്ടമായി കിടക്കുമായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സ്വഭാവം കർത്താവിനുണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് വേലക്കാർ ചുരുങ്ങി പോവുക? ഒരാൾക്ക് പകരം വേറൊരാളെ തിരഞ്ഞെടുത്താൽ പോരെ? ഓർക്കണം, ഒരു ദൈവദാസന്റെ വില എത്രമാത്രമുണ്ട് എന്ന്. കർത്താവ് നിശ്ചയിച്ചു വെച്ചിരുന്ന ഒരു ദൈവദാസൻ ജനിക്കാതെ പോയാൽ ആത്മീയമായും ഭൗതികമായും എന്തുമാത്രം നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നാം ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതത്തിലെ മർമ്മപ്രധാനമായ ഒരു രഹസ്യമാണ് ഈ എളിയ ബാലികയിലൂടെ കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. സങ്കീർത്തന പുസ്തകത്തിൽ 139 സങ്കീർത്തനത്തിൽ 15ഉം 16ഉം തിരുലിഖിതങ്ങൾ, ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ജനിച്ച് നമ്മൾ പഠിച്ച് അത് കഴിഞ്ഞ് നമുക്ക് ക്വാളിഫിക്കേഷൻ ആയി കഴിയുമ്പോഴല്ല വിളിയും നിയോഗവും നമ്മുടെ മേൽ നമ്മുടെ കർത്താവ് നൽകുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവവിളി, ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ നിശ്ചിതമായ പദ്ധതികൾ ആ ദൈവ പൈതലിൽ ദൈവം വെച്ചു കഴിഞ്ഞു. ആ കുട്ടി പറഞ്ഞതുപോലെ ഇങ്ങനെ വകുപ്പുകൾ ഇഷ്ടാനുസരിച്ച് അങ്ങോട്ട് മാറ്റുന്നതല്ല. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വകുപ്പും നമ്മുടെ പേരും നമ്മുടെ രൂപവും നമ്മുടെ നിശ്ചയവും സകലതും ദൈവം നമ്മുടെ മേൽ വെച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ പഠിച്ചു ജോലിയായി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനായി തടിയായി മിടുക്കായി അതിനുശേഷമല്ല കർത്താവ് നിയോഗവും വിളിയും നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കാനുള്ളവരെ, പല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ളവരെ, ഭരിക്കാനുള്ളവരെ, കണ്ടുപിടുത്തത്തിനുള്ളവരെ, നേതാക്കന്മാരെ, ഭരണകർത്താക്കളെ, ന്യായാധിപന്മാരെ, തക്ക സമയത്ത് ജനത്തിന് ദിശാബോധം കൊടുക്കാനുള്ളവരെ ദൈവം നേരത്തെ തന്നെ രൂപപ്പെടുത്തിയിരുന്നു. ദൈവം നേരത്തെ തന്നെ നിയോഗം കൊടുത്തു. ഇന്ന് ഇത്രമാത്രം അരാജകത്വങ്ങൾ ഇവിടെ അലങ്ങേറാൻ, ഇത്രമാത്രം തിന്മ കട്ടപിടിക്കാൻ ഒരു കാരണം നന്മയുടെ ശബ്ദമായി ദൈവ ലോകത്തിലേക്ക് നിയോഗിച്ചിരുന്ന പലരും ജനിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഈ ഒരു വലിയ രഹസ്യം ജെറമ്യ തന്നെ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിന്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. മാതാവിന്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ ഞാൻ നിന്നെ ജനതകൾക്ക് പ്രവാചകനായി നൽകി. പ്രവാചകന്മാരെ, ന്യായാധിപന്മാരെ, ഭരണകർത്താക്കളെ, അങ്ങനെ ദൈവം ഈ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന്, നിലനിൽപ്പിന്, നല്ല നടപ്പിന്, നല്ല നിലനിൽപ്പിന് ആവശ്യമുള്ളവരെ ദൈവം തന്നെ കരുതിയിട്ടുണ്ട്. ഈ ലോകത്തിന് നല്ല നിലനിൽപ്പിന് ആവശ്യമുള്ളവരെ, ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ളവരെ ദൈവം തന്നെ അനന്ത ജ്ഞാനത്തിൽ നമുക്കായി കരുതിയിട്ടുണ്ടായിരുന്നു. അവർ ജനിച്ചോ? ഇതാണ് വിഷയം. നമ്മുടെ കർത്താവിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കഴുകി ദൈവമേ വിശുദ്ധി കൊണ്ടും നൽവരങ്ങൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ, നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ, പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ, പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ, നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ, നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ, നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ, നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ, നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയം തുറങ്ങി യേശുവേ യേശുവേ എന്ന് വിളിച്ച് ഉറക്കം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ